ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാം. ഇതൊരു ആനിമെ റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്, ഗെയിമിംഗ് ചാനൽ അല്ല. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിൽ രണ്ടാമത് നറൂട്ടോ കൊളാബറേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഈ ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സെറ്റപ്പാണ് ഈ ഒരു ഗെയിമിൽ വന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും നിങ്ങൾ നറൂട്ടോ സീരീസ് കാണാതെ ഈ ഒരു ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു എബിലിറ്റീസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നറൂട്ടോ കാണാതെ ഫ്രീ ഫയർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ എന്തായാലും ഒരു ഗെയിമിനെ പറ്റി പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നവരും അതിനെ ഹേറ്റ് ചെയ്യുന്നവരും ഉണ്ടാകും. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗെയിമാണ്, ഗെയിമിനെ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. നമ്മൾ മറ്റുള്ള ഗെയിമുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ഓരോ ഗെയിമിലും ആനിമെ കൊളാബറേഷൻസ് വരുന്നു, നമ്മൾ അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കമന്റ് ബോക്സിന് തൊട്ടപ്പുറത്തായി ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു ഫ്രീ ഫയർ ഗെയിമിൽ വന്ന നറൂട്ടോ കൊളാബറേഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാമത് മാപ്പിൽ വന്ന മാറ്റങ്ങളും നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് എന്തൊക്കെ പവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. രണ്ടാമത് ഈ ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഔട്ട്ഫിറ്റും ഗൺ സ്കിന്നും ഇമോട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രീ ഫയർ ഗെയിമിൽ നോർമൽ ബർമുഡ റാങ്ക് മാച്ചിലും ഫ്ലാഷ് കോഡ് റാങ്ക് മാപ്പിലുമാണ് നറൂട്ടോയുമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് ബർമുഡ മാപ്പ് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിനിന് പകരം സാസുകയുടെ ഒരു സുസനോ ആണ് കാണിച്ചു തന്നത്. ഈ ഒരു സാസുകയുടെ സുസനോ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ സീരീസിലെ ഉച്ചിയ വംശത്തിലുള്ള ആൾക്കാർക്ക് ഷെറിംഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുവപ്പ് കണ്ണുണ്ട്. അതിന്റെ നെക്സ്റ്റ് വേർഷൻ ആയിട്ടുള്ള മാനിക്ക് ഷെറിംഗൺ അവേക്കൺ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സുസനോ യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഫ്രീ ഫയർ ഗെയിമിൽ പ്ലെയിനിന് പകരം ഈ ഒരു സുസനോ കൊണ്ടുവന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷെ എന്നിരുന്നാലും ചാപ്റ്റർ 1 പോലെ ആ ഒരു കുറാമയൊക്കെ ടെയിൽ ബീസ്റ്റ് വിടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ സാസുകയുടെ സുസനോക്ക് ചെറിയൊരു ആനിമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി ആയിരുന്നേനെ. ഇനി അതിനുശേഷം മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മാപ്പിന്റെ ലെഫ്റ്റ് ഭാഗത്ത് താഴെയായി നമുക്ക് ലീഫ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് കാണാൻ സാധിക്കും. ഈ ഒരു വില്ലേജിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നറൂട്ടോ, സാസ്കെ, കക്കാഷി പോലുള്ള എല്ലാവരും ജനിച്ചു വളർന്ന വില്ലേജ് ആണ് ഈ ഒരു ലീഫ് വില്ലേജ് അല്ലെങ്കിൽ കൊനഹ വില്ലേജ്. നമ്മുടെ മാദ്രയും അതുപോലെ തന്നെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹാഷിരാമയും ചേർന്നാണ് ഈ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 4 സ്റ്റാച്യൂസ് കാണാൻ സാധിക്കും. ഇത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വില്ലേജിന് ഒരു ലീഡർ ഉണ്ടാകും. ഓരോ സമയത്ത് ലീഡറായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു പ്രതിമകളാണ് അവിടെ വച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ഹാഷിരാമ, പിന്നെ ടോബിരാമ, പിന്നെ ഇറുസൻ സറുടോബി, മിനാട്ടോ, സുനാഡെ, ഇവരൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഫ്രീ ഫയറിൽ നറൂട്ടോ ചാപ്റ്റർ 1 വന്ന സമയത്ത് ഈ ഒരു ലീഫ് വില്ലേജ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചാപ്റ്റർ 2 നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിസ്ട്രോയ് ആയിട്ടുള്ള ഒരു ലീഫ് വില്ലേജ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് വില്ലേജിന്റെ സെന്റർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ കുഴിയും കാണാൻ സാധിക്കും. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പാറകളും മണ്ണും ഒക്കെ ചേർന്ന് ഒരു വലിയ ഗോളം പോലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് എന്താണ് സംഭവം എന്ന് നമുക്ക് ആനിമയിൽ നോക്കാം. അക്കാട്സുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവിൾ ഗ്രൂപ്പിന്റെ ലീഡറാണ് പെയിൻ. ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ 6 ആൾക്കാരാണ്. ഇവരാണെങ്കിൽ നറൂട്ടോയെ പിടിക്കാൻ വേണ്ടി ലീഫ് വില്ലേജിലേക്ക് കയറുന്നു. നറൂട്ടോയെ എന്തിനാണ് പിടിക്കാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കാരണം നറൂട്ടോയുടെ ബോഡിയിലാണ് നമ്മുടെ കുറാമയുള്ളത്. ഇവർക്ക് ആ ഒരു കുറാമ ചാക്ര വേണം. അങ്ങനെ ഈ ഒരു 6 പേരും നറൂട്ടോയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ പതിയെ ഇവർ ആ ഒരു വില്ലേജ് മുഴുവനായും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു 6 പേരിൽ തന്നെ ലീഡറായിട്ടുള്ള യാഹിക്കോ പെയിൻ, അതായത് നമ്മുടെ ദേവാപാത്ത്, തന്റെ ഓൾമൈറ്റി പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്ക് വെച്ച് ആ ഒരു വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യുന്നു. ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്റ്റിൽ ഉണ്ടായ ഒരു കുഴിയാണ് നമുക്ക് ഗെയിമിലും അതുപോലെ തന്നെ അവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു ബോൾ പോലുള്ള ഒരു സംഭവം കാണിച്ചു തന്നിട്ടില്ലേ? അത് നമ്മുടെ പെയിൻ യൂസ് ചെയ്യുന്ന ചിബാക്കു ടെൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നറൂട്ടോ വാസസ് പെയിൻ എന്ന ഫൈറ്റിൽ നമ്മുടെ പെയിൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കാണിച്ചു തരുന്ന രീതിയിലാണ് ഫ്രീ ഫയറിലും അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ ലീഫ് വില്ലേജിന് തൊട്ടടുത്തായിട്ട് ഒരു ട്രീ നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് മറ്റു മരം പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. നിങ്ങൾ ആ ഒരു മരത്തിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇത് എന്താണെന്ന് സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ പെയിനിനെ ഡിഫീറ്റ് ചെയ്ത സമയത്താണ് നമ്മുടെ നറൂട്ടോക്ക് മനസ്സിലാകുന്നത് ഇതല്ല യഥാർത്ഥത്തിലുള്ള പെയിൻ. ഈ ഒരു പെയിനിനെ മറ്റാരോ കൺട്രോൾ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി കുറച്ച് പേപ്പേഴ്സ് കൊണ്ടൊക്കെ മൂടിയിട്ടുള്ള ഒരു മരത്തിന്റെ അകത്തേക്ക് നമ്മുടെ നറൂട്ടോ കടക്കുന്നു. അതിന്റെ അകത്താണ് യഥാർത്ഥത്തിലുള്ള നാഗട്ടയും
സാസ്കയെയും അതുപോലെ തന്നെ കോനാനെയും കാണിക്കുന്നത്. ആ ഒരു ആനിമയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫ്രീ ഫയർ ഗെയിമിലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് നല്ലതുപോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ മാപ്പിൽ ഇറങ്ങുന്ന സമയത്ത്, അതായത് ലീഫ് വില്ലേജിന്റെ അടുത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഡിവൈൻ ട്രീ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഡിവൈൻ ട്രീ എന്തുകൊണ്ടാണ് അങ്ങ് ദൂരെ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്തൊക്കെ വച്ചിരുന്നാൽ കുറച്ചുകൂടി അടിപൊളി ആയേനെ. അപ്പോൾ ഈ ഒരു ഡിവൈൻ ട്രീ എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അതെന്താണെന്ന് ഞാൻ വൈകാതെ തന്നെ പറഞ്ഞുതരാം. ഇനി അതുപോലെ നമ്മുടെ മാപ്പിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു റെഡ് സോൺ പോലുള്ള ഒരു സംഭവം കാണാൻ സാധിക്കും. ഈ ഒരു കൊളാബറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു റെഡ് സോൺ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു റെഡ് മൂൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ മാപ്പിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് മുഴുവനായും ഡാർക്ക് ആക്കി വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇവിടെ മാത്രമായിട്ട് അക്കാട്സുക്കിയുടെ ആ ഒരു തീം മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പൊതുവെ ഗെയിമിന്റെ ലോഡിംഗ് സ്ക്രീനിലും അതേപോലെ ലോബിയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാറുള്ളത്. എന്നാൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ടാണ് മാപ്പിൽ തന്നെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നറൂട്ടോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എനിമിയെ അടിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു ഫീല് തന്നെ കിട്ടും. ഇനി ഈ ഒരു മാപ്പിൽ കാണിച്ച ഈ ഒരു ഡിവൈൻ ട്രീയും അതുപോലെ റെഡ് മൂണും എന്താണെന്ന് നമുക്ക് നോക്കാം. നറൂട്ടോ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ റിനിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണുണ്ട്. ആ ഒരു കണ്ണ് അവേക്കൺ ചെയ്ത് ടെൻറ്റൈൽ ജിഞ്ചൂരിക്ക് ആയി കഴിഞ്ഞാൽ അവർക്ക് റെനി ഷെറിംഗൺ കിട്ടും. ഇത് വെച്ച് ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗെഞ്ചിറ്റ്സ് യൂസ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. മാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് നറൂട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചി യൂസ് ചെയ്യുന്ന ആ ഒരു അമത്തറസു, അതായത് ബ്ലാക്ക് ഫ്ലെയിം, ഇവിടെ നമുക്ക് ഗെയിമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ആ ഒരു സൗണ്ട് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. ഗെയിം കളിക്കുന്ന സമയത്തും ഇത് നല്ലതുപോലെ യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അക്കട്സുക്കി ഗ്രൂപ്പിലുള്ള ഒരു ക്യാരക്ടറാണ് ഡെയ്തര. പുള്ളിക്കാരന്റെ ക്ലേ വെച്ച് ഒരു പക്ഷിയെ ക്രിയേറ്റ് ചെയ്യുകയും അത് പൊട്ടിത്തെറിപ്പിക്കാനും സാധിക്കും. ഇതും അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ കിസാമയുടെ ഒരു ഷാർക്കിന്റെ എബിലിറ്റിയും കാര്യങ്ങളും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയൊരു 3-4 എബിലിറ്റീസും കൂടി വരാനുണ്ട്, എന്നാൽ അത് അൺലോക്ക് ആയില്ല. അതിൽ തന്നെ പ്രധാനമായിട്ടും ഹിഡാന്റെ എബിലിറ്റി എന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അക്കാട്സുക്കിയുടെ ഫീമെയിൽ ക്യാരക്ടർ ആയിട്ടുള്ള കൊനാന്റെ പേപ്പർ ടെക്നിക്സ് പോലുള്ള ഒരു സംഭവം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു റെനിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ണ്, അതിന്റെ പവേഴ്സ് പോലെ സെയിം ആയിട്ട് എനിമിയെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള എബിലിറ്റി പോലുള്ള സംഭവം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൊനഹയുടെ 5th ഹൊക്കാഗെ ആയിട്ടുള്ള സുനാഡയുടെ സമണിങ് ജിറ്റ്സു ആയിട്ടുള്ള കാട്സുയു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒച്ചുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രീ ഫയറിലും ഒരു ഹീൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഷിക്കമാരുടെ ഒരു ഷാഡോ ജിറ്റ്സു പോലെ ഫ്രീ ഫയറിലും വന്നു. അതുപോലെ തന്നെ മിനാട്ടോയുടെ കുണായി എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിനാട്ടോയുടെ ആ ഒരു കുണായി വെച്ച് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഏകദേശം അതുപോലെ തന്നെയാണ് ഫ്രീ ഫയറിലും ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ചാപ്റ്റർ 1 വന്ന സമയത്ത് റെസെങ്കൻ, ചിതോരി പോലുള്ള എബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതൊക്കെ റിട്ടേൺ ആകുമെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. ഈ ഒരു മുകളിൽ പറഞ്ഞ എബിലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അറ്റ് എ ടൈമിൽ ഒന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് മുഴുവനായും വന്നാലും ഇതിലെല്ലാം അത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലതൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് നല്ലൊരു അഡ്വാൻറ്റേജ് തരുന്ന എബിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ബർമുഡ മാപ്പ് കഴിഞ്ഞ് ക്ലാഷ് സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡ്രോപ്പിന് പകരമായിട്ട് ആ ഒരു നേരത്തെ പറഞ്ഞ ഡിവൈൻ ട്രീ വരും. അവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. നമ്മൾ മുകളിൽ പറഞ്ഞ ഈ ഒരു എബിലിറ്റീസ് ഇല്ലേ, അതിലേതെങ്കിലും ഒന്നും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് മാപ്പിൽ കളിക്കുന്ന സമയത്ത് നറൂട്ടോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നിഞ്ച ട്രയൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബണ്ടിൽ കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ആനിമയായിട്ട് വരാൻ പോകുന്ന ഔട്ട്ഫിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഒറോച്ചിമാറു, ഇറ്റാച്ചി, പെയിൻ, ടെൻറ്റൈൽ ജിഞ്ചൂരിക്കായിട്ടുള്ള ഒബീറ്റോ, അതുപോലെ തന്നെ മാദറ, ഇവരൊക്കെയാണ് നമുക്ക് ഔട്ട്ഫിറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. എനിക്ക് മാത്രമാണോ ഇത് തോന്നിയതെന്ന് അറിയില്ല. ആ ഒരു ടെൻറ്റൈൽ ഒബീറ്റോക്ക് പകരം ആ ഒരു മാസ്ക് വെച്ച ഒബീറ്റോ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയേനെ. ഇതിൽ നമുക്ക് ഒറോച്ചിമാറുവിന്റെ ഔട്ട്ഫിറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗൺ സ്കിന്നും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചിഹയുടെ തീമിലുള്ള ഒരു ഗൺ സ്കിന്നും നറൂട്ടോയിലെ ആ ഒരു ഫൈനൽ വാലിയെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലൂ വാളും MB40യുടെ ഒരു ഫൈനൽ ഷോട്ടും ഡെയ്തറ എന്ന ക്യാരക്ടറിന്റെ ഒരു ക്ലേയുടെ ആ ഒരു ബോംബും അക്കാട്സുക്കിയുടെ ആ ഒരു ലോഗോയുള്ള ഒരു ഗൺ സ്കിന്നും അത് തന്നെ AKയും M60യും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കിസാമയുടെ വെപ്പണായിട്ടുള്ള സാമഹാഡയുടെ സ്കിന്നും മിനാട്ടോയുടെ കുണായുടെ ഒരു സ്കിന്നും ഹിഡാന്റെ കയ്യിലുള്ള ഒരു വെപ്പണില്ലേ അതിന്റെ ഒരു സ്കിന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇറ്റാച്ചിയുടെ ഇമോട്ട്, നമ്മുടെ മാദറയുടെ സുസനോയുടെ ആ ഒരു ഇമോട്ട്, നമ്മുടെ നറൂട്ടോയും സാസ്കയും റെസെങ്കനും ചിതോരിയും വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് പോലുള്ള ഒരു ഇമോട്ട്, മിനാട്ടോ വാസസ് ഒബീറ്റോ എന്ന ഫൈറ്റിൽ മിനാട്ടോയുടെ ആ ഒരു ഐക്കോണിക് സീനും ഇറ്റാച്ചിയും സാസ്കയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാണിച്ചു തരുന്ന ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഇമോട്ടും നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടാകാം, ഇതിൽ ഏത് ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യണം. നറൂട്ടോ സീരീസിലെ എന്റെ
ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഇറ്റാച്ചിയും മിനാട്ടോ ആണ്. അതിൽ ഏറ്റവും കുറച്ച് ഡയമണ്ട് മാത്രം കൊടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മിനാട്ടോ ആണ്. അതുകൊണ്ട് ഞാനിവിടെ മിനാട്ടോയും എടുത്തു. അതുപോലെ തന്നെ അതിന്റെ ഒരു ഇമോട്ടും ഞാൻ പർച്ചേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഫ്രീ ഫയർ ഗെയിമിൽ ഡയമണ്ട് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒറോച്ചിമാറ് ഫ്രീ ആയിട്ട് കിട്ടും. അത്യാവശ്യം നിങ്ങൾക്ക് ഡയമണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മിസ്റ്ററി ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് മിനാട്ടോയുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇറ്റാച്ചിയുടെ ബണ്ടിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആ ഒരു ഔട്ട്ഫിറ്റിൽ ഒരുപാട് മറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നറൂട്ടോ സീരീസ് കണ്ടിട്ടുള്ള ഒരാളാണ്, അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നറൂട്ടോയിലെ ഏത് ക്യാരക്ടറിനെയാണോ കൂടുതൽ ഇഷ്ടം അത് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ എടുത്ത് ആ ഒരു ക്യാരക്ടറിനെ വെച്ച് നമ്മൾ കളിക്കുന്ന സമയത്തുള്ള ഒരു ഫീൽ ഇല്ലേ, അത് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ലിവൈ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണും പൂട്ടി BGMIൽ ആ ഒരു ഔട്ട്ഫിറ്റ് എടുത്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫ്രീ ഫയറിൽ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഒന്ന് മിനാട്ടോയും ഇറ്റാച്ചിയും. അതിൽ ഒട്ടുമിക്ക എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത് നമ്മുടെ മിനാട്ടോ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മിനാട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്ന ചങ്കിന് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ചാപ്റ്റർ 1 ചെയ്തിട്ടില്ലെങ്കിലും ചാപ്റ്റർ 2 നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.